നമസ്കാരം ഗൈസ്. അപ്പോൾ ഞങ്ങൾ എങ്ങടെ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിന്നൊരു ഒരു 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 സംഭവം വാങ്ങാൻ വേണ്ടിയിട്ട് പോണതാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോണത് ബസ്സിനായിരിക്കുള്ളൂ. അപ്പോൾ എന്താണ് സംഭവം എന്ന് ഞങ്ങൾ വഴിയെ പറഞ്ഞു തരാം. അക്കോ ഇങ്ങോട്ട് നോക്കൂ. എത്തുമ്പോൾ എത്ര എടുക്കും? 2.5 മണിക്കൂർ എടുത്തായിരിക്കും ഞങ്ങൾ അവിടെ എത്താൻ പോകുന്നത്. അതെ ഗൈസ്, ഞങ്ങളൊരു വലിയ യാത്രയാണ് പോകാൻ പോകുന്നത്. ഇത് ഞങ്ങളുടെ അടുത്തുള്ള കപ്പേളിയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ബസ്സിലൊക്കെ കയറി ഫസ്റ്റ് ഞങ്ങൾ പോകുന്നത് കൊടുങ്ങല്ലൂരേക്കാണ്. പോണ വഴി നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ തന്നെ മുസ്ലിം പള്ളിയായ ഞങ്ങളുടെ സ്വന്തം ചേരമാൻ പള്ളിയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കൊടുങ്ങല്ലൂരെത്തി. ഇനി ഞങ്ങൾ ബസ് കയറുന്നത് എങ്ങടേക്കാണെന്ന് വെച്ചാൽ വേറെ എങ്ങാട്ടുമല്ല, തൃശ്ശൂരേക്കാണ് ഗൈസ് ഞങ്ങൾ ഈ പോകുന്നത്. അങ്ങനെ വണ്ടിയിലൊക്കെ കയറി സെറ്റായിട്ട് ബസ്സിനകത്ത് നല്ല ജിൽ പാട്ടൊക്കെ ആയിട്ട് ഞങ്ങൾ സംസാരിച്ച് ലാസ്റ്റ് ഞങ്ങൾ നമ്മുടെ തൃശ്ശൂരെത്തി. അങ്ങനെ ഫസ്റ്റ് തന്നെ അവിടുത്തെ ഒരു ഹോട്ടലിൽ കയറി ഞാൻ ഒരു കാപ്പി കുടിച്ചു. ഞാൻ മാത്രമാണ് കാപ്പി കുടിച്ചത്, ആരും കാപ്പി കുടിച്ചില്ല. കാപ്പി കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഓർഡർ ചെയ്ത ഉഴുന്നോടെ എത്തിയത്. ഇനി അതൊക്കെ കഴിച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് ബസ് കയറി വേറൊരു സ്ഥലത്ത് പോകണം. നമ്മളിപ്പോൾ എവിടെ എത്തിയാക്കൂ? തൃശ്ശൂർ. ഈ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളെ കണ്ട് ഞങ്ങൾ പോകുന്നത് നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷനായ നമ്മുടെ പാലക്കാട് നെന്മാറയിലേക്കാണ് ഗൈസ് പോണത്. പോണ വഴിയൊക്കെ ഒരു രക്ഷയുണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ കുതിരാന്തുരംഗത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് തുരങ്കത്തിലൂടെ തന്നെ പോണത്. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ സ്വന്തം നെന്മാറയിൽ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു ഗൈസ്. എന്തിനാണ് വന്നിരുന്നത് ഞാൻ ഇപ്പം പറഞ്ഞു തരാം. ഞങ്ങൾക്കൊരു 2 വീലർ വായിക്കാനാണ് ഗൈസ് ഞങ്ങൾ ഇത്രയും യാത്ര ചെയ്ത് പറവൂർ ടു നെന്മാറ ഞങ്ങൾ യാത്ര എത്തിയത്. ഈ വണ്ടി നോക്കാനാണ് ഞങ്ങൾ ദിബടം വരെ വന്നത്. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ സെറ്റായി. ഞങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു, കാര്യങ്ങളൊക്കെ ഓക്കെ. അങ്ങനെ നമ്മുടെ താക്കോല് കൈമാറ്റം ചടങ്ങാണ്. ഈ ചേട്ടൻ്റെ വണ്ടിയാണ് ഞങ്ങൾ എടുക്കണേ, സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ വാങ്ങിച്ച് വീണ്ടും മലകൾക്കിടയിലൂടെ വയലുകൾക്കിടയിലൂടെ ഞങ്ങളുടെ യാത്ര വീണ്ടും ആരംഭിച്ചു. ഞങ്ങൾ ഇനി തിരിച്ച് വീട്ടിലേക്കല്ല ഗൈസ് പോകുന്നത്. ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഞങ്ങൾ നമ്മുടെ അവിടെ ഉള്ള ഒരു പോത്തുണ്ടി ഡാം ഉണ്ട്, അതൊന്ന് കണ്ടിട്ട് പോരാന്ന് വിചാരിച്ച് അങ്ങനെ ഈ മലകളുടെ വ്യൂ ഒക്കെ കണ്ടപ്പോൾ ഞങ്ങളൊന്ന് നിർത്തി അതൊക്കെ ഒന്ന് ആസ്വദിക്കുകയായിരുന്നു ഗൈസ്. കാരണം ഈ വയലുകൾ കഴിഞ്ഞിട്ട് ഈ മലയൊക്കെ കാണുമ്പോൾ നല്ല അടിപൊളി ഫീൽ ആയിരുന്നു. പണ്ട് ഈ പടമൊക്കെ വരയ്ക്കുമ്പോൾ ഈ ഒരു സംഭവമൊക്കെയാണ് ഞാൻ വരച്ചിരുന്നത്. വയല്, മല, തെങ്ങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് നേരിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലായിരുന്നു. അങ്ങനെ അതൊക്കെ ആസ്വദിച്ച് ഞങ്ങളുടെ യാത്ര തുടരുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഇനി പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോത്തുണ്ടി ഡാമിലേക്ക് ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ട് അങ്ങോട്ട് പോകുകയാണ്. വേറൊരു സംഭവമുണ്ട്. അത് ഏതാണ് സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെല്ലിയാമ്പതി റൂട്ടിൽ കൂടിയാണ് പോണത്. നെല്ലിയാമ്പതി പോകണ്ടെന്നാണ് ചേട്ടന്മാർ പറഞ്ഞത്. കാരണം നെല്ലിയാമ്പതിയിൽ ആന ഉണ്ടാകും, അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ പോത്തുണ്ടിയെ കാണുള്ളൂ. അങ്ങനെ പോണ വഴിക്ക് ഞങ്ങളുടെ നേരെ ഒരു പടുകൂറ്റ മല ഞങ്ങൾ കണ്ട് ഗൈസ്. മല നിറച്ചും മരങ്ങളാണ്, മറ്റേ ഫുള്ള് തിക്ക് ഫോറസ്റ്റ് ആണ് മലയിൽ. അങ്ങനെ ഞങ്ങൾ ഫോറസ്റ്റ് റേഞ്ച് കയറാൻ പോയപ്പോൾ അവിടെ ഒരു കൂറ്റം കാട്ടുപോത്തി കണ്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നു പോണ വഴിയിലൊക്കെ കാട്ടുപോത്ത് ഉണ്ടാകും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആ സാറ് ഞങ്ങളോട് പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളീ പോയിക്കൊണ്ടിരിക്കുന്നത് പോത്തുണ്ടി ഡാം കാണാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞങ്ങൾ കാടുകളിലൂടെ വനത്തിൻ്റെ ഇടയിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ വഴിയിൽ മറ്റേ കുഞ്ഞു കുരങ്ങന്മാരൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ കുരങ്ങന്മാരെയൊക്കെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ യാത്ര ആരംഭിക്കുകയാണ്, തുടരുകയാണ്. അങ്ങനെ പല സ്ഥലങ്ങളിലെയും കുരങ്ങന്മാരൊക്കെ ഇരിപ്പുണ്ട്. കുറച്ച് നാളായി ഇങ്ങനത്തെയൊക്കെ സ്ഥലത്ത് ഞങ്ങൾ പോയിട്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കണ കണ്ടിട്ട് ഞങ്ങൾ അവിടെ ഇറങ്ങി. അപ്പോഴാണ് ഗൈസ് ഞങ്ങൾക്ക് മനസ്സിലായത് അതാണ് പോത്തുണ്ടി ഡാം എന്ന്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ വ്യൂ ഒക്കെ ഞങ്ങൾ ആസ്വദിച്ചു. പക്ഷെ അധികം ആസ്വദിക്കാൻ പറ്റില്ല, ഒടുക്കത്തെ വെയിലായിരുന്നു. പക്ഷെ മലകളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു. ഇങ്ങനെ വരച്ച് വെച്ചാക്കുന്ന ഒരു ഫീലൊക്കെ ഉണ്ടായിരുന്നു മലകൾ കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ പാലക്കാടൻ മലനിരകൾ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ ആസ്വദിച്ച്. പക്ഷെ ഉള്ളിലേക്ക് കയറാൻ ഞങ്ങൾക്ക് പറ്റിയില്ല, എല്ലാവരും അവിടെ നിന്നിരുന്നേ. അതുകൊണ്ട് ഞങ്ങളും അവിടെ തന്നെ നിന്ന് ഞങ്ങൾ വ്യൂ ആസ്വദിച്ചു. ഞാനിങ്ങനെ നിൽക്കാൻ കാരണം നേരത്തെ പറഞ്ഞ കൊടുക്കത്തെ വെയിൽ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. കാരണം വെയിൽ കൊണ്ട് ഞങ്ങൾ തളർന്നു. ഇനി ഞങ്ങളൊരു ബിരിയാണി കഴിക്കട്ടെ. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ബിരിയാണി നമുക്ക് കിട്ടി. ഇനി ബിരിയാണി നമുക്ക് ഫുഡ് കഴിക്കാം. നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ ഈ ബിരിയാണി മൊത്തത്തിൽ ഞാൻ അകത്താക്കും. കാരണം
അത്രയും വിശപ്പുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് കുറേ നാൾക്ക് ശേഷം എനിക്ക് ബിരിയാണിയുടെ കൂടെ കോഴിമുട്ട കിട്ടി ഗൈസ്. ഞങ്ങളുടെ ഇവിടെ ഇപ്പം ബിരിയാണിയുടെ കൂടെ കോഴിമുട്ട കിട്ടാറില്ല. അതുകൊണ്ട് എനിക്കതൊരു അത്ഭുതമായിരുന്നു. അതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് സലാഡൊക്കെ ഒഴിച്ചിട്ട് ഇനി ബിരിയാണി കഴിക്കട്ടെ. ബിരിയാണി അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആക്രാന്തിയായിരുന്നു. കാരണം വിശന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ വിശന്ന് വലഞ്ഞ് വേഗം തിന്നിയാണ് ബിരിയാണി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ ഇനി തിരിച്ചു പോവുകയാണ്. നമ്മുടെ ഏത് NH ആണെന്ന് ഞാൻ മറന്നുപോയി. അതങ്ങനെ പോയപ്പോഴാണ് നമ്മുടെ കുതിരാൻതുരങ്കം ഇതാണ് നമ്മുടെ കുതിരാൻതുരങ്കത്തിൻ്റെ വ്യൂ വന്നിട്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും കുതിരാൻതുരങ്കത്തിലൂടെ പോകുന്നു. ഈ തവണ ഞങ്ങൾ ബസ്സിനല്ല, ഞങ്ങളുടെ സ്വന്തം വണ്ടിക്കാണ് ഞങ്ങൾ കുതിരാൻതുരങ്കത്തിലൂടെ വന്നത്. അങ്ങനെ തുരങ്കവും പാലക്കാടൊക്കെ താണ്ടി നമ്മുടെ സ്വന്തം തൃശ്ശൂർ ഞങ്ങൾ എത്തി ഗൈസ്. ഗഡികളുടെ നാട്ടിൽ ഞങ്ങൾ എത്തി. ഇതാണ് നമ്മുടെ സ്വന്തം തേക്കിൻകാട് മൈതാനം ഗൈസ്. നമ്മുടെ തൃശ്ശൂർ പൂരം നടക്കുന്ന സ്ഥലം നമ്മുടെ സ്വന്തം വടക്കുംനാഥ ക്ഷേത്രമാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ ആദ്യമായിട്ടാണ് വന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ യാത്ര തിരിച്ചു. ലാസ്റ്റ് ദാഹിച്ച് വലഞ്ഞ് ഞങ്ങൾ വിഭീഷണന്റെ കടയിൽ എത്തി ഗൈസ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ബൂസ്റ്റ് ഗുളിക്ക് പറഞ്ഞ് ആ ബൂസ്റ്റ് ഗുളിക്ക് ആ ചേട്ടൻ സെറ്റ് ചെയ്ത് എൻ്റെ കയ്യിലേക്ക് തന്നുണ്ട്. ദാഹിച്ച് വരഞ്ഞ് പണ്ടാറൊടുങ്ങിയാണ് ഞങ്ങൾ ആ കടയിലെത്തിയത്. തൃശ്ശൂരിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ കട. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വന്നത്. അങ്ങനെ അവിടെ തിരക്കൊക്കെ ഉണ്ടായി, ആവശ്യത്തിന് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അവിടെ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടോ. ലാസ്റ്റ് എൻ്റെ കണ്ണ് മഞ്ഞളിച്ചിട്ട് ലാസ്റ്റ് ഞാൻ ബൂസ്റ്റ് ഗുളിക്ക് ഓർഡർ ചെയ്തോളൂ. കാരണം അവിടെ കുറേ സംഭവങ്ങളുണ്ടായി. പിന്നെ ഈ പാടത്തിൻ്റെ ഈ വ്യൂ ഒക്കെ കണ്ടിട്ട് അത് കുടിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം ഉണ്ടല്ലോ, അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ചേരം അവിടെ നിന്നിട്ട് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ യാത്ര ആരംഭിക്കുകയാണ്. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ വഴി തെറ്റിയാണ് ആ ചേട്ടൻ്റെ കടയിലെത്തിയെന്നുള്ളത്. പിന്നെ ഞങ്ങൾ യാത്ര തിരിച്ചത് ലാസ്റ്റ് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ തറയപ്പോൾ ഞങ്ങൾ വണ്ടി ഒന്ന് കഴുകി. കാരണം കഴുകി കുട്ടപ്പനാക്കിയിട്ട് വേണമല്ലോ നമുക്ക് നമ്മുടെ വീട്ടിൽ കയറ്റാം. ഇപ്പോൾ നമ്മുടെ വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം നമ്മൾ അതൊന്ന് കഴുകി സെറ്റാക്കാനായിട്ട് കൊടുത്താക്കിയാണ്. അങ്ങനെ ആ ചേട്ടന്മാർ വണ്ടി നല്ല ക്ലീനായിട്ട് കഴുകിയാണ്. ഇത് വന്നിട്ട് നമ്മുടെ ചേരമാൻ പള്ളിയുണ്ട് കൊടുങ്ങല്ലൂർ, അവിടെയാണ് ഈ സ്ഥലം വന്നിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ ഞങ്ങളുടെ വണ്ടി വാശ് ചെയ്യാൻ കൊടുത്ത് ഞങ്ങൾ ആ വണ്ടി ഇങ്ങനെ നോക്കി നിൽക്കരുത്. ലാസ്റ്റ് കുട്ടപ്പനാക്കി നമ്മുടെ വണ്ടി നമ്മുടെ കൈ കിട്ടുന്നുണ്ട്. വണ്ടിയുടെ വിശേഷങ്ങളുമായി ഞങ്ങൾ അടുത്തുള്ള വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുള്ള ചാറ്റപ്പ് സൂൺ.